കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടൈപ്പിസ്റ്റ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പൊ എല്ലാവരുടെയും പഠനം തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും അല്ലെ? ഓഗസ്റ്റ് 13-നും 30-നും നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാം നടക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. അപ്പൊ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ ആദ്യം തന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നോക്കിയേ, നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ റാങ്കുകൾ വാരിക്കൂട്ടിയ ആളുകളെ കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും നമുക്ക് വേണ്ടേ? അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏത്? ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏത്? എല്ലാ പരീക്ഷകൾക്കും നമ്മൾ കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് നാമം എന്ന് പറയുന്നത് അല്ലെ? നാമം എന്ന് പറയുന്ന ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. നാമം ഇത് ഏതുമായി ബന്ധപ്പെട്ടതാ? അതായത് പ്രായോഗിക വ്യാകരണം അല്ലെ? ഭാഷയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണിത്. ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം. നാമം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അല്ലെ? ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും കുറിക്കുന്നതാണ് നാമം. ഈ നാമത്തെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 സംജ്ഞാനാമം അല്ലെ? സംജ്ഞ. 2 സാമാന്യനാമം, സാമാന്യം. 3 മേയനാമം, മേയനാമം. 4 സർവനാമം അല്ലെ? സർവനാമം. ഇങ്ങനെ 4ആയിട്ട് നാമത്തെ തിരിച്ചിട്ടുണ്ട്. അതിൽ സംജ്ഞ, സംജ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? പേര് എന്നാണ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നാമമാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഓരോ വിഭാഗത്തിൽ ഉൾപ്പെടുത്താണ്. അതിൽ സംജ്ഞ എന്ന് പറഞ്ഞാൽ പേരിനെ കുറിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ്? രാജു, രാമൻ, എറണാകുളം, സൂര്യൻ, ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ പറയുന്നതാണ് സംജ്ഞാനാമം. അടുത്തത് സാമാന്യനാമം അല്ലെങ്കിൽ സമൂഹനാമം. ആ പേര് തന്നെ ഉണ്ടല്ലേ? പൊതുവായിട്ട് പറയുന്നത്, ഒരു കൂട്ടത്തെ പറയുന്നതാണ് സാമാന്യനാമം. 3 മേയനാമം. ആ പേരിന്ന് നമുക്ക് കിട്ടില്ല എങ്കിലും പഠിച്ചു വെച്ചോ. ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുവിനെ കുറിക്കുന്ന നാമമാണ് മേയനാമം. നമുക്ക് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജാതി വർഗ ലിംഗ വ്യത്യാസമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്നതാണ് മേയനാമം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? മേയനാമാണ്. ജാതി വ്യക്തി ഭേദമില്ല, നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനും സാധിക്കില്ല. ഇനി അടുത്തതോ സർവനാമം. അത് നമുക്കറിയാം അല്ലെ? നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം. ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം, നീ, നിന്റെ എന്നൊക്കെ വരുന്നത് സർവനാമാണ്. ഈ സർവനാമത്തെ തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ അല്ലെ? ഉത്തമൻ, മധ്യമൻ, പ്രഥമ പുരുഷൻ. അപ്പൊ ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതിൽ ഉത്തമ പുരുഷൻ എപ്പോഴും ആരായിരിക്കും ശ്രേഷ്ഠൻ? ഞാനാണ് അല്ലെ? ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം, ഇതൊക്കെ വരുന്നത് ഉത്തമ പുരുഷനാണ്. മധ്യമനാണെങ്കിലോ കേൾക്കുന്ന ആളാണ്. നീ, നിങ്ങൾ, താൻ, താങ്കൾ എന്നൊക്കെ വരുന്നത് മധ്യമം. ഇനി 3 പ്രഥമ പുരുഷൻ. ഞാനും നീയും ആരെ കുറിച്ച് പറയുന്നോ അവൻ അല്ലെ? അവൻ, അത്, അവൾ എന്നൊക്കെ വരുന്നത് പ്രഥമ പുരുഷൻ. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോണം കേട്ടോ. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് സാമാന്യനാമം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു? നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ? ഏതാ വരുക? അവൾ ഏത് സർവനാമത്തിലാ പെടുന്നത്? ഒരു സംശയവും വേണ്ട. ഉത്തമ പുരുഷനാണോ? അല്ല. എന്താ ഉത്തമ പുരുഷൻ? ഞാൻ അല്ലെ? ഉത്തമൻ, എല്ലാവരിലും ഉത്തമനായിട്ടുള്ളവൻ ഞാനാണ്. അപ്പോ അതല്ല. മധ്യമൻ കേൾക്കുന്ന ആളാണ്, നീയാണ്. അപ്പൊ അതും അല്ല. അപ്പൊ പ്രഥമ പുരുഷൻ
ഞാനും നീയും ആരെ കുറിച്ച് പറയുന്നുവോ അവൻ, അവൾ, അത്, അവർ, ഇതൊക്കെ വരുമ്പോ ഉത്തരം പ്രഥമ പുരുഷനാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ ഒരു ഭാഗം മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ശൈലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ശൈലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ശൈലികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നേടാൻ പറ്റും അല്ലേ? കാരണം ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ആലോചിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരത്തിൽ എത്താൻ പറ്റും. ചോദ്യം നോക്കിയേ, എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരണം എന്താ? ഓപ്ഷൻ നോക്കുന്നതിന് മുമ്പ് എണ്ണിച്ചുട്ട അപ്പം, അതിന്റെ അർത്ഥം എന്തായിരിക്കും? എണ്ണുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായ ഒരു കണക്ക് എന്നുള്ള ഒരു അർത്ഥം ഉണ്ടാവും അല്ലെ? അത് കഴിഞ്ഞ് നോക്കി, പരിമിത വസ്തു, പിശുക്ക് കാട്ടൽ, കണക്ക് കൂട്ടിയുള്ള ജീവിതം, ഗുണമേന്മയുടെ പ്രാധാന്യം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പരിമിതമായ വസ്തു അല്ലെ? പരിമിതമാണ്. എണ്ണിച്ചുട്ട അപ്പം പോലെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് പരിമിതമാണ്. അപ്പൊ ഇതുപോലെ വളരെ ലളിതമായ ചോദ്യങ്ങള് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മാർക്ക് നമുക്ക് കളയാതിരിക്കാം. അപ്പൊ അതുപോലെ ആവർത്തിച്ച് വരുന്നതാണ് ശ്ലോകത്തിൽ കഴിക്കുക. എന്താ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ചുരുക്കി പറയുക അല്ലെ? ശ്ലോകത്തിന്റെ പ്രത്യേകതയെ ചുരുക്കുകയാണ്. ധനാശി പാടുക, ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ശൈലികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുട്ടികൾ ഏത് വചനത്തിൽ ഉൾപ്പെടുന്നു? നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ? വചനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. വളരെ സിമ്പിൾ ആണ് അല്ലെ? വചനം എന്താണ്? വചനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം? ഒന്നോ രണ്ടോ, ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതിനെ വചനം എന്ന് പറയുന്നു. വചനത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഏകവചനം അല്ലെ? ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. അതിൽ ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിക്കുന്നത്, പേരിൽ തന്നെ ഉണ്ട്. ബഹുവചനം എന്ന് പറഞ്ഞാലോ ഒന്നിലധികം സൂചിപ്പിക്കുന്നത്. ഈ ബഹുവചനത്തെ തന്നെ മൂന്നായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? സലിംഗ ബഹുവചനമുണ്ട്, അലിംഗ ബഹുവചനമുണ്ട്, പൂജക ബഹുവചനമുണ്ട് അല്ലെ? ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താ? 3 ലിംഗങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ? 1 പുല്ലിംഗമുണ്ട്, 2 സ്ത്രീലിംഗമുണ്ട്, 3 നപുംസകലിംഗമുണ്ട്. അതിലെ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുരുഷ ജാതിയെ സൂചിപ്പിക്കുന്നതാണ്. സ്ത്രീലിംഗാണെങ്കിലോ സ്ത്രീ ജാതിയെ സൂചിപ്പിക്കുന്നത്. നപുംസകമാണെങ്കിലോ സ്ത്രീയോ അല്ല പുരുഷനും അല്ല, മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഇവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ഇവയുടെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ബഹുത്വത്തെ കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് സലിംഗ ബഹുവചനം. അതായത് പുരുഷന്മാർ, സ്ത്രീകൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗമാക്കി തിരിക്കുന്നതിനെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. മലകൾ, മരങ്ങൾ, ഇപ്പൊ 3 ലിംഗത്തിനെയും വ്യത്യസ്തമായ രീതിയിൽ അവയുടെ ബഹുത്വത്തെ കാണിക്കുന്നത് സലിംഗം. ഇനി അടുത്തത് അലിംഗം. ആ പേര് തന്നെയുണ്ട് അലിംഗം, ലിംഗമില്ലാത്തത്. നമുക്ക് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് വേർതിരിക്കാൻ സാധിക്കാത്തതാണ് അലിംഗ ബഹുവചനം. കുട്ടികൾ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? സ്ത്രീലിംഗം ഉണ്ട്, പുല്ലിംഗം ഉണ്ട് അല്ലെ? കേരളീയർ, ജനങ്ങൾ, മനുഷ്യർ, ഇതൊക്കെ വരുന്നത് അലിംഗ ബഹുവചനം. മൂന്നാമത്തത് പൂജക ബഹുവചനം. നമ്മൾ ഒരാളെ പൂജിക്കുന്നത് എപ്പോഴാണ്? ബഹുമാനം ഉണ്ടാകുമ്പോഴാണ് അല്ലെ? അപ്പൊ ബഹുമാനാർത്ഥം ഒരാളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതാണ് പൂജക ബഹുവചനം. ഒരു വ്യക്തി ആയിരിക്കും, പക്ഷെ നമ്മൾ ബഹുമാനാർത്ഥം പറയുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അത് ബഹുത്വമാണെന്ന് തോന്നുമെങ്കിലും അത് ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. പണിക്കർ, മാരാർ, ദ്രോണർ, ഭീഷ്മർ, അവറുകൾ, ഇതൊക്കെ വരുന്നത് പൂജക ബഹുവചനാണ്. ഇനി ചോദ്യത്തിലേക്ക് നോക്കാം. കുട്ടികൾ എന്നത് ഏത് വചനത്തിൽ ഉൾപ്പെടുന്നു? സലിംഗാണോ? അല്ല അല്ലെ? സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. അലിംഗമാണോ? ആണ്. കാരണം എന്താണ്? അലിംഗം. കുട്ടികളിൽ സ്ത്രീലിംഗം ഉണ്ട്, പുല്ലിംഗം ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എളുപ്പല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ തന്നെ
ബേസിക് ആയിട്ടുള്ള വ്യാകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. രാവണൻ എന്ന രാക്ഷസൻ, ഈ എന്ന പദം ഏത് ശബ്ദ വിഭാഗത്തിൽ പെടുന്നു? അപ്പൊ പലപ്പോഴും മലയാളത്തിൽ നമുക്ക് സിലബസിൽ എടുത്ത് കാണിക്കാത്ത ചില പദങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യത്തിൽ കാണാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് മലയാളം എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. കാരണം വ്യാകരണം എന്ന് പറയുന്നത് ഏറ്റവും ബേസായ വ്യാകരണമാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ദ്യോതകം, നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും എന്താണ് ദ്യോതകം, വിഭക്തി എന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റൂ. അപ്പൊ ഇവിടെ എന്ന് പറയുന്ന പദം ഏത് ശബ്ദ വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? വാചകമാണോ, വിഭക്തിയാണോ, വചനമാണോ, ദ്യോതകമാണോ? വചനമാണോ? ഇപ്പം നമ്മൾ വചനം പഠിച്ചു അല്ലെ, അപ്പൊ എന്തായാലും വചനമല്ല. പിന്നെ വാചകം, വിഭക്തി, ദ്യോതകം, ഈ മൂന്നെണ്ണം ഉണ്ട് അല്ലെ. ഇവ എന്താണെന്നറിയണ്ടേ? എന്താ ഈ വാചകവും ദ്യോതകവും? അതായത് ഒരു പദത്തെ അല്ലെങ്കിൽ ഒരു ശബ്ദത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ, ശബ്ദത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, വാചകമെന്നും ദ്യോതകമെന്നും. വാചകമുണ്ട്, അതുപോലെ ദ്യോതകവും ഉണ്ട്. അതിനകത്ത് വാചകം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥം ലഭിക്കുന്നുണ്ടെങ്കിൽ വാചകമാണ്. കേൾക്കുമ്പോൾ യാതൊരു അർത്ഥവുമില്ല, എന്നാൽ മറ്റു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം അർത്ഥം ലഭിക്കുന്നതാണ് ദ്യോതകം. എക്സാമ്പിൾ ഇപ്പൊ നോക്കി, വാചകം എരിവ്, പുളിപ്പ്, മധുരം, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അർത്ഥം കിട്ടുന്നുണ്ട് അല്ലെ. പക്ഷെ ദ്യോതകത്തെ നിങ്ങൾ എടുത്തു നോക്കിയേ, അർത്ഥം കിട്ടുന്നുണ്ടോ? എങ്ങനെ? വരെ, കാൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു അർത്ഥമില്ല. എന്നാൽ ഞാൻ 4:30 വരെ നിങ്ങളെ കാത്തു നിന്നു എന്ന് പറയുമ്പോൾ ആ വരയ്ക്ക് അർത്ഥം കിട്ടി. ഇങ്ങനെ മറ്റൊരു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം തരുന്നവയാണ് ദ്യോതകം. ഓക്കെ, വാചകം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ അർത്ഥം കിട്ടുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ വാചകാണോ? അല്ല. പിന്നെ നമ്മുടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ ഈ ദ്യോതകത്തെ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. ഇനിയോ വിഭക്തി എന്ന് പറയുന്ന ഒന്നുകൂടി ഉണ്ട്. എന്താണ് വിഭക്തി? ഒരു നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ ചില പ്രത്യയങ്ങൾ ചേർക്കും അല്ലെ. ഇപ്പൊ രാമു എന്ന് പറയുന്ന ഒരു കുട്ടിയെ മറ്റുള്ള പലതുമായിട്ട് ബന്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കുറെ പ്രത്യയങ്ങൾ ചേർത്ത് കൊടുക്കും. രാമുവിനെ, രാമുവിൻ്റെ, രാമുവിന്, രാമുവിനാൽ അല്ലെ. ഇങ്ങനെ 7 തരത്തിലുള്ള പ്രത്യയങ്ങളുണ്ട്. ഈ 7 തരത്തിലുള്ള പ്രത്യയത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. അതിനെ നമ്മളൊരു കോഡ് വെച്ചും പഠിക്കാറുണ്ട്. എങ്ങനെയാണ്? നിപ്രസം, ഉപ്രസം, ആ എന്ന് പറഞ്ഞിട്ട് അല്ലെ. നിപ്രസം, ഉപ്രസം, ആ. അപ്പൊ ഇതിനകത്തും ഇങ്ങനെ ഒരു പ്രത്യയം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് പഠിച്ചവർക്ക് അറിയാം. അപ്പൊ ഇതിലെ ഉത്തരം എന്താണ്? ദ്യോതകമാണ്. കേൾക്കുന്ന മാത്രയിൽ അർത്ഥമില്ല എന്നാ അല്ലെ, എന്നാൽ മറ്റൊരു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം കിട്ടി. കണ്ടല്ലോ. അപ്പൊ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ അതിന്റെ ബേസ് ഒക്കെ അറിഞ്ഞു വേണം പഠിക്കാൻ. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്. നിങ്ങളുടെ പഠനമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചതൊക്കെ റിവിഷൻ നടത്തിയിട്ടില്ലെങ്കിൽ പഠിച്ചതൊക്കെ നമുക്ക് പഠിച്ചതുകൊണ്ട് എന്താ കാര്യം? മറന്നു പോകും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. പഠിക്കാത്തത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട്. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ബൂസ്റ്റർ ബാച്ച് ഇവിടെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഒരു ബൂസ്റ്റർ ബാച്ചിന്റെ അഡ്മിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുക. 20 മണിക്കൂർ കൊണ്ട് നമ്മുടെ ടൈപ്പിസ്റ്റ് സിലബസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം കണ്ടില്ലേ ടൈപ്പിസ്റ്റിന്റെ പോസ്റ്ററിൽ നമ്മുടെ റാങ്കുകൾ വാരി കൂട്ടിയത് കണ്ടില്ലേ? അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വലിയൊരു സുവർണ്ണ അവസരം തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന നമ്പർ കണ്ടല്ലോ, ഈ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? പലതരത്തിൽ ചോദ്യങ്ങൾ വരാം. ഇതേത് ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്? ഇതേത് ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്? വാക്യശുദ്ധി അല്ലെ, വാക്യശുദ്ധി. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ഇന്ന തെറ്റുകൾ വരുന്നത് ഏത് തരത്തിലുള്ള ദോഷമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ചോദ്യവും പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം ചോദ്യം വായിക്കാൻ. ഇപ്പൊ തന്നെ നമുക്ക് ഇതിൽ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെ. എന്താ ഉത്തരം? ആരംഭിച്ചത് അന്തരിച്ച പ്രമാണം നേതാവിന്.
ഒരു സംശയമില്ല. പ്രമാണം അല്ലെ, അന്തരിച്ച നേതാവിന് ആരെങ്കിലും പ്രമാണം കൊടുക്കോ? ഇല്ല. അപ്പൊ എന്താ നമ്മൾ പറയാ? പ്രണാമം അർപ്പിച്ചുകൊണ്ടെന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് എത്തണമെങ്കിൽ എന്താണ് വാക്യത്തിൽ വരുന്ന തെറ്റുകൾ എന്നറിയണം അല്ലെ. വാക്യശുദ്ധി എന്ന് പറഞ്ഞാൽ വാക്യത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ തെറ്റുകൾ ഒരു വാക്യത്തിലേക്ക് കടന്നു വരാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇവിടെ നിന്നുള്ള ഒരു മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റും. അതിൽ ആദ്യത്തെ ദോഷം ഇപ്പൊ പഠിച്ച പദക്രമഭംഗം. പദക്രമഭംഗം. എന്താ പദക്രമഭംഗം? ആ പേര് തന്നെ ഉണ്ടല്ലേ. ഒരു വാക്യം എന്ന് പറഞ്ഞാൽ കുറേ പദങ്ങൾ ചേരുന്നതാണ്. അതിലെ പദങ്ങളുടെ ക്രമം തെറ്റുക, ക്രമഭംഗം. ക്രമം തെറ്റുന്നത് മൂലമുണ്ടാകുന്ന ദോഷത്തെയാണ് പദക്രമഭംഗം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കിഴക്ക് സൂര്യൻ ഉദിച്ചു, നമുക്ക് ആശയം വ്യക്തമാണ്, പക്ഷേ അത് തെറ്റാണ്. മറിച്ച് എങ്ങനെ പറയാം നമുക്ക്? കർത്താവ്, കർമ്മം, ക്രിയ, ഈ ഒരു കൃത്യത അതിന് ഉണ്ടാവണം. അപ്പൊ സൂര്യൻ കിഴക്കുദിച്ചു എന്ന് പറഞ്ഞാലേ ആ വാക്യം ശരിയാകൂ. രണ്ടാമത്തെ വാക്യദോഷമാണ് പൗനരുക്ത്യം അഥവാ പുനരുക്തി. പൗനരുക്ത്യം അഥവാ പുനരുക്തി. ഇതും അതിന്റെ പേര് തന്നെയുണ്ട് അല്ലെ. പുനർനിർധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ആരംഭിക്കുക. അതായത് ഒരു വാക്യത്തിൽ ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളോ അല്ലെങ്കിൽ ഒരേ ആശയം തരുന്ന വാക്കുകളോ വീണ്ടും ആവർത്തിച്ച് വരുന്നത് മൂലമുണ്ടാകുന്ന ദോഷമാണ് പൗനരുക്ത്യം അഥവാ പുനരുക്തി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഏകദേശം 1000-ഓളം. അപ്പൊ തന്നെ നമുക്ക് തെറ്റ് മനസ്സിലാക്കാം അല്ലെ. ഏകദേശം തോളം എന്ന് പറയുന്നത് സമാനമായ അർത്ഥാണ്. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ദോഷമാണ് പൗനരുക്ത്യം അഥവാ പുനരുക്തി. മൂന്നാമത് വരുന്ന ദോഷമാണ് സമുച്ചയ ദോഷം. സമുച്ചയ ദോഷം. എന്താ സമുച്ചയം എന്ന് പറഞ്ഞാൽ? കൂട്ടിച്ചേർക്കുന്നത് മൂലമുണ്ടാകുന്ന ദോഷം. രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകത ഉമ്മാണ് അല്ലെ. കയ്യും കാലും, രാമനും രാജുവും. രണ്ടെണ്ണത്തിനെ വേർതിരിക്കാനാണെങ്കിലോ ഓ എന്ന പ്രത്യയമാണ്. അപ്പൊ ഇത് വാക്യത്തിൽ കൃത്യമായി ചേർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷമാണ് സമുച്ചയ ദോഷം. നാലാമത്തത് വിലക്ഷണ പ്രയോഗം. വിലക്ഷണ പ്രയോഗം. എന്താ വിലക്ഷണ പ്രയോഗം എന്ന് പറഞ്ഞാൽ? അക്ഷരത്തെറ്റുകള്, തെറ്റായ പദങ്ങളുടെ പ്രയോഗം, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ വിലക്ഷണ പ്രയോഗമാണ്. അഞ്ചാമത്തത് ഗതിപ്രയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷം. ഗതിപ്രയോഗം. ഗതി ഏതൊക്കെയാണെന്നറിയോ? വച്ച്, കൊണ്ട്, നിന്ന്, തന്നെ, ഊടെ. ഏതൊക്കെയാണ്? വച്ച്, കൊണ്ട്, നിന്ന്, തന്നെ, ഊടെ. ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെ വാക്യത്തിൽ കടന്നു വന്നാലും ദോഷമുണ്ടാകും. അതുപോലെ തന്നെ അവസാനത്തെ ദോഷമാണ് സംഖ്യാശബ്ദം കൊണ്ടുള്ള ദോഷം. സംഖ്യാശബ്ദം. അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എല്ലായ്പ്പോഴും ഏകവചനം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഏകവചനത്തിന്റെ പ്രത്യയങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഇപ്പൊ സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം ബഹുവചനം വന്നാൽ ആ വാക്യം തെറ്റായിരിക്കും. അപ്പൊ ഈ 6 ദോഷങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് വാക്യശുദ്ധിയുടെ 1 മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അജ്ഞാത രഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ പെടും? സമാസം, സന്ധി അല്ലെ, രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്തെ സമാസത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അജ്ഞാത രഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ പെടും? സമാസം എന്ന് പറഞ്ഞാൽ എന്താ? വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം സമാസം അല്ലെ. വിഭക്തി പ്രത്യയങ്ങൾ ഒന്നും തന്നെ ചേർക്കാതെ 2 പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സമാസം. ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ നിപ്രസം ഉപ്രസമായില്ലേ, അത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ വിഭക്തിയാണത്. ആ പ്രത്യയങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് 2 പദങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. സമാസം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തലവേദന, നമ്മൾ എങ്ങനെയാ അതിന് പറയുന്നേ? തലയിലെ വേദന. അപ്പൊ എന്നതൊരു പ്രത്യയല്ലേ, അതിന് നമ്മൾ കളഞ്ഞിട്ടാണ് തലവേദന
എന്നാക്കിയത്. ഇത് തന്നെയാണ് സമാസം. അപ്പൊ ഇവിടെ അജ്ഞാത രഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ പെടുന്നു? കർമ്മധാരയ സമാസം, അവ്യയീഭാവൻ സമാസം, ദ്വന്ദ്വ സമാസം, തൽപുരുഷ സമാസം. അപ്പൊ സമാസം 6 തരത്തിലുണ്ട്. ഇത് കൂടാതെയും പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടിട്ട് 6 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 1 തൽപുരുഷ സമാസം, 2 ദ്വന്ദ്വ സമാസം, ദ്വന്ദ്വ സമാസം, 3ാമത്തത് ബഹുവ്രീഹി സമാസം, 4ാമത്തത് കർമ്മധാരയൻ സമാസം. ഈ 4 എണ്ണമാണ് മലയാളത്തിലെ സമാസം എന്ന് പറയുന്നത്. ഇനി 2 എണ്ണം സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കടമെടുത്തതാണ്. അവ്യയീഭാവൻ സമാസവും അതുപോലെ തന്നെ ദ്വിഗു സമാസം, ദ്വിഗു സമാസം. ഇത് 2 സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കടമെടുത്തതാണ്. അതിനകത്ത് തൽപുരുഷ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയോ? വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം. അതൊന്നും നിങ്ങൾ നോക്കണ്ട, എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പഠിക്കാമെന്നറിയോ? വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് വരുന്ന എല്ലാ പദങ്ങളും തൽപുരുഷനായിരിക്കും. മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ്, തലവേദന, തലയിലെ വേദന, ആനവാൽ, ആനയുടെ വാൽ. അപ്പൊ ഈ 7 വിഭക്തി ഏത് പദത്തിൽ വരുന്നുണ്ടോ അതൊക്കെ വരുന്നത് തൽപുരുഷനാണ്. ഓക്കെ. ഇനി 2ാമത്തെ ദ്വന്ദ്വ സമാസം. തുല്യ പ്രാധാന്യമുള്ള 2 പദങ്ങളെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാം ദ്വന്ദ്വ സമാസം. കൈകാലുകൾ, രാമലക്ഷ്മണന്മാർ, മാതാപിതാക്കൾ, എന്ന പ്രത്യയം ചേർന്ന് വരുന്നത് ദ്വന്ദ്വ സമാസം. 3ാമത്തേതോ ബഹുവ്രീഹി സമാസം. ബഹുവ്രീഹി എന്ന് പറഞ്ഞാൽ വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിനും പൂർവ്വപദത്തിനും പ്രാധാന്യമില്ല, മറിച്ച് മറ്റൊരു പദത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ബഹുവ്രീഹി. ഉദാഹരണം നീലകണ്ഠൻ. ഇപ്പൊ എങ്ങനെ നമുക്ക് പറയാം? നീലയായ ഖണ്ഡത്തോട് കൂടിയവൻ ആരോ അവൻ. ആരാ? നീലകണ്ഠം, ശിവനാണ് അല്ലെ. ചക്രപാണി, ചക്രം പാണിയിലുള്ളവൻ അല്ലെ, ചക്രം കയ്യിലുള്ളവൻ ആരോ അവൻ, മഹാവിഷ്ണു. അപ്പൊ 3ാമതൊരർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ബഹുവ്രീഹി സമാസം. ഇനി കർമ്മധാരയൻ എന്ന് പറഞ്ഞാൽ പൂർവപദം വിശേഷണമായിട്ട് വരിക. അതായത് പൂർവപദം വിശേഷണമായിട്ട് വരിക. ആയ എന്ന പ്രത്യയം കൂടി ഉണ്ടാകും. ആയ എന്ന പ്രത്യയം കൂടി ഉണ്ടാകും. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി. കണ്ടോ? മഹർഷി, മഹാനായ ഋഷി. അപ്പൊ ഇങ്ങനെ ആയ എന്ന പ്രത്യയം വരുന്നതൊക്കെ എന്താണ്? കർമ്മധാരയൻ സമാസാണ്. പൂർവപദം വിശേഷണമായിരിക്കും. ഈ 4 എണ്ണാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട സമാസം. അവ്യയീഭാവൻ സമാസം എന്ന് പറഞ്ഞാൽ വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദം പൂർവപദമായി മാറ്റപ്പെടുകയും ആ പൂർവപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണെങ്കിൽ അവ്യയീഭാവൻ സമാസം. ഉദാഹരണം പറയുകയാണെങ്കിൽ യഥോചിതം. ഇതിനെ നമ്മൾ എങ്ങനെ വിഗ്രഹിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഉചിതം പോലെ അല്ലെ, ഉചിതം പോലെ. അപ്പോ ഉത്തരപദം പൂർവപദമായി മാറ്റപ്പെടുന്ന സമാസമാണ് അവ്യയീഭാവൻ സമാസം. ഇനി ലാസ്റ്റ് വൺ ദ്വിഗു സമാസം. ദ്വിഗു എന്ന് പറഞ്ഞാൽ പൂർവപദം സംഖ്യയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതാണ് ദ്വിഗു സമാസം. ഒരുവൻ, നാൻമുഖൻ, തൃക്കണ്ണൻ ഇങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ ദ്വിഗു സമാസം. ഇങ്ങനെ 6 തരത്തിലുള്ള സമാസം ഉണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം നോക്കാം. അജ്ഞാത രഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ ഉൾപ്പെടുന്നു? ഇതിനെ വിഗ്രഹിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? അജ്ഞാതമായ രഹസ്യം. അപ്പോ ഈ രഹസ്യത്തിന്റെ വിശേഷണമാണ് അജ്ഞാതം എന്നറിയാം. അതുപോലെ ആയ എന്ന പ്രത്യയവും അവിടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്താണ്? കർമ്മധാരയൻ സമാസമാണ്. അപ്പൊ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പൊ ഇനിയും കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്. 20 മണിക്കൂർ കൊണ്ട് നമ്മുടെ ടൈപ്പിസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു ഭാഗവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.